വിനീത വി ജി ഞങ്ങളുടെ പ്രതിനിധി സ്ഥലത്ത് നിന്ന് തുടരുന്നുണ്ട്. വിനീത, ഇപ്പോഴവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണോ? ഗോപി സൂചിപ്പിച്ചതുപോലെ 2 തവണ നമ്മളോട് നേരത്തെ സംസാരിച്ച അഡ്വക്കേറ്റ് അഭിഭാഷകനായ അദ്ദേഹം ഇവിടുത്തെ താമസക്കാരനാണ്. അദ്ദേഹം ഹരീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ 2 തവണ ഇവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു, അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, മെയ് മാസത്തിൽ തന്നെ ഇത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ, ഈ വയറിളക്കം, ഛർദിയൊക്കെ ചില ആളുകൾക്ക് അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഈ കോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് അന്ന് തന്നെ നൽകിയതായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് അസോസിയേഷനും ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയെന്നൊരു ആരോപണം കൂടിയാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഗോപി സൂചിപ്പിച്ച കാര്യത്തിലേക്കാണെങ്കിൽ, അല്പസമയം മുൻപാണ് നഗരസഭാ ചെയർപേഴ്സൺ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഈ ഫ്ളാറ്റിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃക്കാക്കര MLA ഉമാ തോമസും ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നഗരസഭയിലെ ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയ ആളുകൾക്ക് അവർ ഈ മെഡിക്കൽ പരിശോധനയും മറ്റും നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും സമാന രീതിയിലേക്കുള്ള മെഡിക്കൽ ക്യാമ്പുകൾ അടക്കം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഓരോ ഫ്ളാറ്റിലും പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. 2-3 ആളുകൾക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെന്നൊക്കെയാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ആ ഫ്ളാറ്റിലെ താമസക്കാരൻ പറയുന്നത്. ഏതാണ്ട് 15 ടവറുകളിലൊക്കെയായി നമുക്ക് അറിയാൻ കഴിയുന്നത് 1200-ലധികം ആളുകളാണ് ഇവിടെ ഈ താമസിക്കുന്നത്. 1268 ഫ്ളാറ്റുകളും അതിൽ ഏതാണ്ട് 5000-ലധികം താമസക്കാരും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മെയ് 27-28 ശക്തമായിട്ടുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് മെയ് മാസത്തിലൊക്കെ ഇങ്ങനെ വയറിളക്കം, ഛർദി ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യമൊക്കെ സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജൂൺ 1 ആദ്യ കേസ് വീണ്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ പിന്നീട് ആ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ അത് 300-ലധികം ആളുകൾക്ക് എന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ ഇവിടെ താമസക്കാർ പറയുന്നത് അങ്ങനെയല്ല, 300-ലല്ല, അത് 500-ലും അധികം ആളുകളിലേക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഇത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ താമസക്കാരിയായിരുന്ന ഒരാൾ എനിക്കിപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് 2021 മുതൽ DLF-ൽ ഈ പ്രശ്നം, ഈ വെള്ളത്തിൽ മലിനജലം വരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റി, നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്ന ടാങ്കർ ലോറിയിലെ വെള്ളവുമൊക്കെയായി മിക്സ് ചെയ്യുന്നതിലാണ് ഇതിലെ അപകടം. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ അതോറിറ്റി ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പല ആളുകളും ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടി അവിടെ നിന്ന് താമസം മാറിയിട്ടുണ്ട് എന്നും എനിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇത് അസോസിയേഷനൊക്കെ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. പലപ്പോഴും ഈ വെള്ളം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ എത്തുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നോ പ്രോപ്പർ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ എന്നതാണ്. കൃത്യമായിട്ട് ഒരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഈ മലിനജലം വരുന്നു എന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് താമസം മാറേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഒരാൾ ഇപ്പോൾ ഒരു സന്ദേശം അയച്ചിരിക്കുന്നത്. വിനീത, അപ്പോൾ ഇത് കുറെ കൂടി ഗൗരവമുള്ള വിഷയമാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല, ആദ്യത്തെ അനുഭവമല്ല എന്നാണ് ഈ സന്ദേശത്തെ വിശ്വസിക്കാമെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ താമസക്കാർ ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകുമോ വിനീത? തീർച്ചയായും ഗോപി, ഇപ്പോൾ ഒരു താമസക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ മറ്റൊരു താമസക്കാരൻ പറഞ്ഞത്, മുൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അസോസിയേഷന്റെ. മെയ് മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ റിപ്പോർട്ട് വന്നു, വേണ്ട നടപടികൾ അസോസിയേഷൻ സ്വീകരിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഫ്ലാറ്റിലുള്ള ആളുകളുടെ ഒരു അവസ്ഥ എന്താണ്? അതിപ്പോഴേ മെയ് മാസം ലാസ്റ്റിൽ ഉണ്ടായിരുന്നുള്ള അഭിപ്രായമില്ല. കാരണം ഞാൻ ഒരു 10 ദിവസം മുമ്പ് വരെ എൻ്റെ അനുഭവത്തിലില്ല. ഇവിടുത്തെ വിഷയങ്ങൾ അത്ര ഒരു ക്രോണിക്കായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ അത് വളരെ രൂക്ഷമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായി വേണ്ടത്ര അതിനൊരു ശ്രദ്ധ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലായിരിക്കും എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ സോഴ്സ്, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പുണ്ടായിരുന്ന മഴയത്ത് ഈ പ്രദേശത്തെ തോടും പുഴകളും പിന്നെ റോഡും എല്ലാം കൂടി ഒരുമിച്ച് കലങ്ങി പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ മിക്കവാറും ഈ ജലസ്രോതസ്സുകളിലൊക്കെ ഈ മലിനജലം എത്തിയിട്ടുണ്ടാവണം. ഇത് നമ്മൾ ഈ ഫ്ലാറ്റിൽ ഉപയോഗിക്കുന്നത് 3 സോഴ്സിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. നമ്മളിത് 3ഉം കൂടി ഒന്നിച്ച് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണോ ഇതിൻ്റെ ഒരു സോഴ്സ് ഏതിൽ നിന്നാണ് ഈ ബാക്ടീരിയ സ്ഥിരീകരിച്ചതെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയത്? അല്ല, അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങളിവിടെ ഇപ്പോൾ 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏത് സോഴ്സിലാണ് ഇതിൻ്റെ ഇതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും
ഇത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. വെള്ളം അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ ഡ്രൈനേജ് ക്ലീനിങ് ഒക്കെ കണ്ടായിരുന്നു. ഇവരുടെ വന്നിട്ട് ചെക്കിങ്ങും ബ്ലോക്ക് നോക്കലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വെള്ളം തന്നെ പിന്നെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ റെയിൻ വാട്ടർ റീസൈക്ലിംഗ് ഉണ്ട്. പിന്നെ ഈ ബാത്റൂമിലത്തെ വെള്ളം റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെല്ലാം ഓരോരോ പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞു ഇതിൻ്റെ കോൺട്രാക്ടർ. ആധികാരികമായിട്ട് അത്രയൊക്കെ എനിക്കറിയുള്ളൂ. കാരണം ഞാനിപ്പോൾ ഇതിനെ ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്ത് നടപടിയാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്? അവർ വന്നിട്ട് ഈ ഇതെല്ലാം ടാങ്കിലത്തെ വെള്ളം സോഴ്സ് എല്ലാം സാമ്പിൾ എടുത്ത് പോയിട്ടുണ്ട്. എന്നിട്ട് അതിൽ കോളിഫോം ബാക്ടീരിയയുടെ അംശം ഉണ്ടെന്നാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് റിപ്പോർട്ട് കേൾക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയും വേണം. ശരി വിനീത, ഏതായാലും കൊച്ചിയിലെ കാക്കനാട് DLF ഫ്ലാറ്റിലാണ് മലിനജലം കുടിച്ച് ഏതാണ്ട് 400ഓളം പേർക്ക് വയറിളക്കവും അതോടൊപ്പം ഛർദിയും അനുഭവപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ അവിടെയുണ്ട്. അത് മറ്റ് ജലസ്രോതസ്സുകളുമായി, അതായത് ബോർവെൽ, കുഴൽക്കിണറിൽ നിന്നും അതുപോലെ തന്നെ ടാങ്കർ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളവുമായി മിക്സ് ചെയ്തതിൽ മലിനജലമായി മാറിയിരിക്കുന്നു. ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ആ വെള്ളത്തിലുണ്ട്. അതായിരിക്കണം പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണവും പരിശോധനയും ആവശ്യമാണ്. 2021 മുതൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ ഒരു താമസക്കാരി എനിക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ ഗൗരവമുള്ള പരിശോധന ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ആളുകൾക്ക് വൈദ്യസഹായം നൽകുന്നു. അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് എന്നത് കണ്ടെത്തേണ്ടതാണ്. കാരണം വളരെയധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരിടത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപവും അവിടുത്തെ താമസക്കാരിൽ ചിലർക്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.